എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് തുലാമാസം 5-ാം തീയതി ബുധനാഴ്ച 22/10/2025. ആദ്യമായി നമുക്ക് ബുധനാഴ്ചയുടെ പ്രാധാന്യം അറിയാം. ഇന്ന് അവതാര വിഷ്ണുവിൻ്റെ ദിവസമാണ്. ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക. അതേപോലെ അവതാര വിഷ്ണുവായ രാമസ്വാമിയെ പ്രാർത്ഥിക്കുക. നമ്മുടെ നാട്ടിൽ തെക്കൻ കേരളത്തിൽ രാമസ്വാമി ക്ഷേത്രങ്ങളൊക്കെ കുറവാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളുണ്ട്. എല്ലാവരെയും പ്രാർത്ഥിക്കുക. അവരവരുടെ മതാചാരപ്രകാരം എല്ലാവരും മനസ്സുറച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്നായിരിക്കട്ടെ. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ലോണുകൾ, വായ്പകൾ ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ വളരെ പ്രതീക്ഷയോടുകൂടി തുടർന്നുകൊണ്ടിരിക്കുന്ന ചില ബിസിനസ്സുകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളൊക്കെ പെട്ടെന്ന് നിന്നു പോകുന്നൊരവസ്ഥയിലേക്ക് വരുമെന്നൊരു ഭയം തോന്നുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. തൊഴിലാളികളിൽ നിന്ന് വളരെ വിപരീതമായ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. 7.5 ശനിക്കാലം തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ഒരുപാട് വിപരീതമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ പ്രീതി വരുത്തുകയും ശാസ്താവിനെ പ്രാർത്ഥിക്കുകയും ശാസ്താക്ഷേത്ര ദർശനം നടത്തി 7 പ്രദക്ഷിണം വയ്ക്കുകയും ഒക്കെ തീർച്ചയായും മേടക്കൂറുകാർ ചെയ്യേണ്ടതാണ്. മേടക്കൂറുകാർ 7.5 ശനിയുടെ ആദ്യഘട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അല്ലെങ്കിൽ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇന്ന് വളരെ ആനുകൂല്യങ്ങളുള്ള ഒരു ദിവസമാണ്. വായ്പ ലഭിക്കാനും മറ്റുമുള്ള ദിവസമാണ് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക്, യൂണിഫോം ഇട്ട മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക്, സൈനിക ജോലി ചെയ്യുന്നവർക്ക്, റിട്ടയർ ചെയ്ത സൈനിക ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇന്ന് വളരെ പ്രതീക്ഷ നിറഞ്ഞൊരു ദിവസമായിരിക്കും. ഒരുപാട് ആനുകൂല്യങ്ങളോ പ്രമോഷനുകളോ ഒരുപാട് വാഗ്ദാനങ്ങളോ ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ്. കുടുംബാന്തരീക്ഷം വളരെ സന്തോഷകരമായി കാണുന്നു. സന്താനങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും അവരുടെ വിജയത്തിൽ അഭിമാനിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് ധാരാളം അഭിവൃദ്ധി ഉണ്ടാകുന്നത് കണ്ട് സന്തോഷിക്കുക. അല്ലെ സന്താനങ്ങളുടെ വിവാഹം നിശ്ചയിക്കുന്നതും അതിൽ പങ്കെടുക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. വിവാഹാധികാരികൾക്ക് വളരെ തീരുമാനം എടുക്കാവുന്ന ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ധാരാളം പ്രതീക്ഷിക്കുന്ന പല പല കാര്യങ്ങളും സാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നിയമപരമായ കുരുക്കുകളിൽപ്പെട്ട് കിടക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ വളരെ വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്കുമൊക്കെ അത് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. വൈദ്യസഹായം തേടേണ്ടതായി വന്നേക്കാം. കുടുംബത്തിൽ മുതിർന്ന ആൾക്കാർക്ക് ചില അസുഖങ്ങളും അസ്വസ്ഥതകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലൊക്കെ വളരെ സന്തോഷകരമായ ദിവസമായിരിക്കും ഇന്ന്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് അത്ര മെച്ചപ്പെട്ട ദിവസമായിരിക്കുകയില്ല. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകൾക്കും ഒക്കെ ഇന്ന് വളരെ വെല്ലുവിളി നേരിടേണ്ട ചില ദിവസമായിരിക്കും. കായിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്കും ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ശാന്തവും സന്തോഷകരവുമായൊരു ദിവസമായി അനുഭവപ്പെട്ടേക്കാം. ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്കായി വരുന്ന ദിവസമാണ്. പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്താനും അതിലൂടെ മോചനം കിട്ടാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വിപരീതമായൊരു ദിവസമായിരിക്കും. ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്.
പുതിയ ഗ്രഹനിർമ്മാണത്തിന് ശ്രമിക്കുന്നവർക്കും ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിന് ഇരിക്കുന്നവർക്കും ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹ നിർമ്മാണത്തിനുള്ള ആരംഭം കുറിക്കുന്നതിനുമൊക്കെ ഇന്നൊരു നല്ല ദിവസമായി കാണുന്നു. സന്താനങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകൾ അല്ലെ ആകാംക്ഷകൾ ഒക്കെ ഇന്ന് പരിഹരിക്കപ്പെടുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. അധ്യാപകർക്കും താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. അത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. എന്നാൽ പ്രൈവറ്റ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ സ്വന്തമായി പണ ഇടപാടുകൾ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെയധികം പരാജയമുണ്ടാകുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ശാസ്ത്രീയമായി എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവർക്ക്, അതായത് സംഗീത ലോകത്തോ അല്ലെങ്കിൽ കായിക രംഗത്തോ കലാരംഗത്തോ ഒക്കെ ശാസ്ത്രീയത കലർത്തി ജോലി ചെയ്യുന്നവർക്ക്, ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ജലയാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ ദിവസമാണ്. ആകാശ സഞ്ചാരികൾക്കും അതേപോലെ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സ്പേസ് ഷിപ്പിൽ സഞ്ചരിക്കുന്നവർക്കുമൊക്കെ ഇന്ന് പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു നല്ല ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായി കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. എങ്കിലും ശത്രുക്കൾ ഉപദ്രവിക്കുന്ന ഒരു ദിവസമാണ്. ശത്രുക്കളെന്ന് പറഞ്ഞാൽ ശത്രുത നമ്മൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ തന്നെ ചില വീഴ്ചകൾ കൊണ്ടാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങൾ വന്ന് പല കാര്യങ്ങളും മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ വിപരീതമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ഈ ദൂരയാത്ര സംഘടിപ്പിക്കുന്നവർക്ക് ട്രാവൽ ഏജൻസ് അല്ലെങ്കിൽ ട്രാവലിംഗ് കമ്പനിയൊക്കെ നടത്തുന്നവർക്ക് ഇന്ന് വളരെ വിപരീതമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരുപാട് കണക്കുകൂട്ടലോടുകൂടി മുന്നോട്ട് വരുന്നവർക്ക് പെട്ടെന്ന് ചില വീഴ്ച ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കരുതലോടുകൂടി മുൻപോട്ട് പോകുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എന്നാൽ വിവാഹാദി കാര്യങ്ങൾക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. കമിതാക്കൾക്ക് വളരെ അനുകൂലമായ വിവാഹ സമ്മതമൊക്കെ മൂളിക്കെട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരിക്കും. ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം ചില പരാതികളും പഴികളുമൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. കരുതലോടുകൂടി മുൻപോട്ട് പോവുക. ജീവിതത്തിൽ ഒരുപാട് നാളായി പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ വൈകുന്നേരത്തോടുകൂടി അനുകൂലമായി വരും എന്ന ഒരു പ്രതീക്ഷ കൈവരുന്ന ഒരു ദിവസമായിരിക്കും. ഗ്രഹത്തിൽ ഒരു സമാധാനമായ അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും അതേപോലെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്കുമൊക്കെ വൈകുന്നേരത്തോടുകൂടി വളരെ അനുകൂലമായ ചില പ്രതീക്ഷകൾ വന്ന് ഭവിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ബിസിനസ്സിൽ ചില വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വൻ ബിസിനസ് നടത്തുന്നവർക്ക്, കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നവർക്ക്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് പരാജയം സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. വളരെ കരുതലോടുകൂടി മുൻപോട്ട് പോവുക. വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും ഇന്ന് വളരെ റിസ്ക്കുള്ള ഒരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയും പോകേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായ സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്നവർ അതിൽ നിന്നെല്ലാം പിന്നിട്ട് നിൽക്കേണ്ടതാണ്. അതേപോലെ
വാഹനാപകടങ്ങൾക്ക് സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം വാഹനങ്ങൾക്ക് കേടുപാടുകൾ വന്ന് ധനനഷ്ടം വരാനും സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾ നഷ്ടപ്പെടാനോ നശിച്ചു പോകാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അങ്ങനെ മൊത്തത്തിലൊരു അധിക ചിലവിൻ്റെ ദിവസമാണെങ്കിലും വൈകുന്നേരത്തോടു കൂടി ചില നല്ല കാര്യങ്ങൾ ഗൃഹത്തിൽ സംഭവിക്കുകയും സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആകാംക്ഷകൾക്ക് പരിഹാരം കണ്ടെത്തുകയും ദൂരയാത്രയ്ക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുകയും വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ചെറുകിട കച്ചവടക്കാർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ലോഹം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി ഉണ്ടായിരുന്ന ചില മാനസിക സംഘർഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായി കാണുന്നു. ശാരീരികമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി വന്ന് ചേരുന്നതാണ്. അതേപോലെ ചില അപകടങ്ങൾ വന്ന് ഉണങ്ങാത്ത മുറിവുകളുള്ളവർക്കൊക്കെ പരിഹാരാർത്ഥം ചില ചികിത്സാ രീതികൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. പുതിയ ചികിത്സാ രീതിയിലൂടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണുന്നു. രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. തൊഴിലിൽ പുരോഗതി പ്രതീക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രൊമോഷൻസൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. സ്ഥിര ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചില പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന രീതിയിലുള്ള ചില സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കുന്നതാണ്. അതേപോലെ സഹായഹസ്തങ്ങൾ വന്നു ചേരുന്നതുമാണ്. ഗ്രഹനിർമ്മാണത്തിനോ ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിനോ ഗ്രഹം വാങ്ങുന്നതിനോ ഒക്കെ ഇന്ന് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ സംഘർഷങ്ങളെല്ലാം കുറയുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ശാരീരികമായി ഉണ്ടായിരിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് മെച്ചപ്പെടാനായി ഈശ്വര പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വളരെ നാൾ പ്രതീക്ഷിച്ചിരുന്ന വളരെ സന്തോഷകരമായ വാർത്തകൾ സന്താനങ്ങളുടെ ഉയർച്ചയിൽ നിന്ന് ലഭിക്കുവാനും മനസ്സ് സന്തോഷിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ യാത്ര വന്നു ചേരാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കാലിന് പ്രശ്നങ്ങളുള്ളവർക്ക്, ഷുഗറിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ഇന്ന് വളരെ കുറച്ചൊരാശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. കുറേ നാളുകളായി ഉണങ്ങാത്ത മുറിവുകളുള്ള വെരിക്കോസ് വെയിൻ പൊട്ടിയ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇന്ന് ആശ്വാസം കണ്ടെത്താനായി പുതിയ ചികിത്സാ സമ്പ്രദായം വന്നു ചേരുന്നതാണ്. അന്വേഷിക്കുക, കണ്ടെത്താൻ സാധിക്കും. അതേപോലെ ദീർഘനാളായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും ഒരു തീരുമാനം വരുന്ന ദിവസമാണ്. ബിസിനസ്സുകാർക്ക് ഇന്ന് ഒട്ടും തന്നെ നല്ല ദിവസമായിരിക്കുകയില്ല. വരുമാനത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് മനക്ലേശം ഉണ്ടാകാനായി സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം മൊത്തവും വളരെ മാനസിക സംഘർഷം ബിസിനസ്സുകാർക്കുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ചെറുകിട ജോലികൾ ചെയ്യുന്നവർക്ക്, ആയുധങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. വീട്ടമ്മമാർക്ക് ചെറിയ രീതിയിൽ പൊള്ളലേക്കാനൊക്കെ സാധ്യത കാണുന്നു. അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും വളരെ അനുകൂലമായൊരു ദിവസമാണ്. രാഷ്ട്രീയക്കാർക്ക് വിപരീതമായൊരു ദിവസമാണ് എങ്കിലും വൈകുന്നേരത്തോടുകൂടി വളരെ അനുകൂലമായ ദിവസമാണ്. അതേപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ഉച്ചയോടുകൂടി ചില ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. വാതരോഗമുള്ളവർക്ക് അത് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. പകർച്ചവ്യാധികൾ വന്നുവിടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുണ്ട്. അത് കൊണ്ട് പുറത്തു നിന്നുള്ള ആഹാരമൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇതൊഴിച്ചാൽ ചില നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വായ്പകൾ, സഹായഹസ്തങ്ങൾ, അല്ലെങ്കിൽ വിൽക്കാണ്ടിരിക്കുന്ന വസ്തുവിന് വാങ്ങാൻ ഒരാൾ വരികയും
വിൽക്കാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു ദിവസവുമൊക്കെ ആണ് ഇന്ന്. അതേപോലെ കലാകാരികൾക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. വളരെയധികം തടസ്സങ്ങൾ നേരിടുന്നതായി കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളരെ അപ്രതീക്ഷിതമായ ചില മാനക്ലേശങ്ങൾ വന്നു ഭവിക്കാനായി സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി വേണം ദിവസം തുടങ്ങുവാൻ. അവരവരുടെ വിശ്വാസമനുസരിച്ച്, ആചാരമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അതേപോലെ ഷെയറിലൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് ഇന്ന് വിപരീത ഫലമാണ് കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. കന്നുകാലികളുമായി ബിസിനസ് നടത്തുന്നവർക്ക് അല്ലെങ്കിൽ പശു പാൽ വിതരണം അങ്ങനെയുള്ള മേഖലകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ പ്രതികൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് വളരെ സംഘർഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. പല കാര്യങ്ങൾക്കും മുടക്കം വരാൻ സാധ്യതയുണ്ട്. മുകളിൽ നിന്ന് താക്കീത് ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ സസ്പെൻഷനിലിരിക്കുകയോ അല്ലെങ്കിൽ മനസ്സറിയാത്ത തെറ്റുകൾ ചെയ്ത് സസ്പെൻഷനിലാകുകയൊക്കെ ചെയ്തവർക്ക് വളരെ അനുകൂലമായ ഒരു നടപടി ക്രമം ഇന്ന് ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം നിക്ഷേപങ്ങൾക്ക് ഒട്ടും തന്നെ നല്ലതല്ല. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ ജോലി സംബന്ധമായ ചില മാനസിക സംഘർഷങ്ങൾ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. ജോലി ഭാരം കൊണ്ട് ചില തലവേദന അല്ലെങ്കിൽ ശരീരവേദനയൊക്കെ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി ഉച്ചയ്ക്ക് ശേഷം തങ്ങളുടെ തൊഴിലിൽ വന്ന വലിയ ഉയർച്ച കണ്ട് മേലധികാരികളിൽ നിന്ന് വളരെയധികം അഭിനന്ദനങ്ങളും അതേപോലെ അംഗീകാരങ്ങളുമൊക്കെ ലഭിക്കുവാനായി സാധ്യതയുണ്ട്. ജോലി സ്ഥിരതയിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള നടപടികൾ മുകളിൽ നിന്ന് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ ഗ്രഹം മോടി പിടിപ്പിക്കുന്നവർക്ക്, ഗ്രഹം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്, വസ്തു വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, ട്രാവൽ ഏജൻസി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ബിസിനസ്സുകാർക്ക് ഒക്കെ ഇന്ന് വളരെ അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും പരമാത്മാവ് കൂടെ നിന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു. നമസ്കാരം.